Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ബാങ്കൻ ക ഭർത്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ബാങ്കൻ എന്ന് പറയുമ്പോൾ ബ്രിഞ്ചാൽ അത് വെച്ചിട്ടുള്ള ഒരു സബ്ജിയാണ്. അപ്പോൾ വേഗം വീഡിയോക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ 2 വഴുതനങ്ങ 400 ഗ്രാംസിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇത് ഗ്യാസ്മ വെച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഇതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ഇങ്ങനെ സോഫ്റ്റ് ആവാൻ തുടങ്ങും, സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി കളയാം. സ്കിന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഇത് സ്മാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം നമുക്ക് 6 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 3 ചുവന്നമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം 1 സബോള പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ഇടാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള വാടി വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോളൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടിച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മുടെ മസാല ഒക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച് നമ്മുടെ വഴുതനങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ബാങ്കൻ ക ഭർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.